കേരള രാഷ്ട്രീയത്തിലെ വമ്പൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ രാഷ്ട്രീയ കേരളം മറ്റൊരു വലിയ പോർമുഖത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ബി.ജെ.പിയിലെ പ്രമുഖ നേതാക്കളായ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ നടത്തിയ പരസ്യമായ യുദ്ധപ്രഖ്യാപനം വെറുമൊരു തിരഞ്ഞെടുപ്പ് ആരോപണമല്ല, മറിച്ച് കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ കേന്ദ്രീകരിച്ചുള്ള ബി.ജെ.പിയുടെ തന്ത്രങ്ങൾക്കേറ്റ തിരിച്ചടിയുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പാലായിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഷോൺ ജോർജും പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി പി.സി. ജോർജും ഒരേ സമയം സഭയ്ക്കെതിരെ രംഗത്തെത്തിയത് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. സഭയുടെ നിലപാടുകൾക്ക് തങ്ങൾ അനുകൂലമല്ലെന്ന തിരിച്ചറിവാണ് ഈ പൊട്ടിത്തെറിക്ക് ആധാരം. സഭയുടെ ഔദ്യോഗിക മുഖപത്രമായ ദീപിക ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്തുവെന്നതാണ് ഷോൺ ജോർജിന്റെ പ്രധാന പരാതി. സഭയെ തങ്ങൾക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്ന ഷോണിന്റെ പ്രസ്താവന കാലാകാലങ്ങളായി സഭയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്നുണ്ടായത് ഗൗരവകരമാണ്. സഭയുടെ ആവശ്യങ്ങൾക്കായി കേന്ദ്ര ഗവൺമെന്റിലും ബി.ജെ.പി നേതൃത്വത്തിലും ശക്തമായി വാദിച്ചിരുന്നത് താനാണെന്ന് ഷോൺ അവകാശപ്പെടുന്നു. സഭയിൽ നിന്ന് എന്ത് ലഭിച്ചു എന്ന് അമിത് ഷായെ പോലുള്ള കേന്ദ്ര നേതാക്കൾ ചോദിച്ചാൽ താൻ എന്ത് മറുപടി പറയുമെന്ന ഷോണിന്റെ ചോദ്യം ബി.ജെ.പിക്കുള്ളിലെ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്ക കൂടിയാണ് വെളിപ്പെടുത്തുന്നത്. മകന് പിന്നാലെ കൂടുതൽ രൂക്ഷമായ ഭാഷയിലാണ് പി.സി. ജോർജ് സഭാ നേതൃത്വത്തെ അധിക്ഷേപിച്ചത്. മെത്രാൻമാർ ഊളത്തരം കാട്ടരുത് എന്നതടക്കമുള്ള പരാമർശങ്ങൾ സഭയുടെ അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പഴയ കാലത്തെ പോലെ മെത്രാൻമാർ പറയുന്നത് കേട്ട് ജനം വോട്ട് ചെയ്യുന്ന രീതി മാറിയെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ടെങ്കിലും സഭയുടെ പിന്തുണയില്ലാതെ പൂഞ്ഞാറിലും പാലായിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുക പ്രയാസകരമാണെന്ന് ജോർജിന് നന്നായി അറിയാം. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്യുന്നത് സഭയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടപ്പോൾ അത് തടയാൻ താൻ ഇടപെട്ടുവെന്ന് ജോർജ് അവകാശപ്പെടുന്നു. എന്നാൽ സഭ തന്നോട് നന്ദികേടാണ് കാണിക്കുന്നതെന്ന നിലപാടിലാണ് അദ്ദേഹം. ഇത്തരം പരാമർശങ്ങൾ സഭയെ പ്രകോപിപ്പിക്കുകയും കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംഘടനകൾ ജോർജിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ അനിവാര്യമാണെന്ന് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കോട്ടയം ജില്ലയിലെ 3 പ്രധാന മണ്ഡലങ്ങളിൽ പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ തന്നെ എൻ.ഡി.എ രംഗത്തിറക്കിയത്. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ സാന്നിധ്യം സമുദായ വോട്ടുകൾ ഏകോപിപ്പിക്കാനാണെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ സഭാ നേതൃത്വം സ്വീകരിച്ച നിലപാടുകൾ യു.ഡി.എഫിന് അനുകൂലമായിരുന്നു എന്നാണ് പി.സി. ജോർജിന്റെയും ഷോണിന്റെയും ആരോപണം. ഇത് സത്യമാണെങ്കിൽ അത് പാലായിലെയും പൂഞ്ഞാറിലെയും അടിയൊഴുക്കുകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും. സഭയുടെ നിലപാടിൽ മാറ്റം വന്നാൽ അത് ബി.ജെ.പിയുടെ ക്രൈസ്തവ പ്രീണന തന്ത്രങ്ങൾക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചടിയാകും. സ്വന്തം പാർട്ടിയായ കേരള ജനപക്ഷം സെക്കുലറിനെ ബി.ജെ.പി ലയിപ്പിച്ചാണ് പി.സി. ജോർജ് ദേശീയ നിർവഹണ സമിതിയിലേക്ക് എത്തിയത്. ഷോൺ ജോർജ് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലുമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഫലം ഇരുവരുടെയും രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സഭയുമായുള്ള ഈ പരസ്യ ഏറ്റുമുട്ടൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഇത്തരം പ്രസ്താവനകൾ മങ്ങലേൽപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള വോട്ട് താരതമ്യവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ആർക്കാണ് കൂടുതൽ ജനപിന്തുണ ലഭിച്ചതെന്നും സഭയെ പിണക്കിയത് ആർക്കാണ് കൂടുതൽ ദോഷം ചെയ്തതെന്നും അക്കങ്ങൾ വ്യക്തമാക്കും. കേരള രാഷ്ട്രീയത്തിൽ മതം, സമുദായം, രാഷ്ട്രീയം എന്നിവ ഇടചേർന്ന് കിടക്കുന്ന ഒന്നാണ്. അവിടെ സഭാ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് ആത്മഹത്യാപരമോ അതോ പുതിയൊരു വോട്ട് ബാങ്ക് നിർമ്മാണമാണോ എന്നത് കണ്ടറിയണം. ബി.ജെ.പിയിലെ ഈ അച്ഛൻ മകൻ കോംബോയുടെ ഭാവി ഇപ്പോൾ സഭയുടെയും ഈ ശീതസമരത്തിന്റെ പരിണിത ഫലത്തെ ആശ്രയിച്ചിരിക്കും. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ മേഖലകളിൽ ആർക്കാണ് മേൽക്കൈ ലഭിച്ചതെന്ന് വ്യക്തമാകും. അതുവരെ ഈ രാഷ്ട്രീയ പോര് കൂടുതൽ തീവ്രതയോടെ സോഷ്യൽ മീഡിയയിലും അണികൾക്കിടയിലും തുടരുമെന്നത് ഉറപ്പാണ്.